Day one of documenting our life. ആര് കഴുകിയെടുക്കും? ഞാൻ കഴുകിയെടുക്കും. ഇതൊന്നും ഒറിജിനൽ അല്ല. എനിക്ക് ക്ലൈന്റ് കേട്ടോ. എനിക്ക് നല്ല പ്രായം തോന്നുന്നു. എനിക്കിത് എന്തിന്റെയൊക്കെയാണ്? ഞാൻ സത്യം പറഞ്ഞത് കേട്ടോ. Day one of documenting our life. അതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ്. എനിക്ക് ലോങ് വീഡിയോസ് ഒക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടം. പക്ഷെ ഞാൻ ഭയങ്കര മടിച്ചാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമുക്ക് ലോങ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്താലോ എന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ഇന്ന് ലോങ് വീഡിയോ എടുക്കാം. കാരണം എനിക്ക് അടുത്ത ആഴ്ച എക്സാം ഉണ്ട്. അപ്പൊ ഞാനിപ്പോ വീട്ടിലാണുള്ളത്. അപ്പൊ അടുത്ത ഒരു തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഞാൻ പോകും. ചൊവ്വാഴ്ച എനിക്ക് എക്സാം ഉണ്ട്. അപ്പൊ എന്തായാലും പഠിക്കണം. ഞാൻ ഇതുവരെ പഠിച്ചും കൂടി തുടങ്ങിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് പ്രൊഡക്റ്റീവ് ആകണം. ഇനിയെങ്കിലും കുറച്ച് പ്രൊഡക്റ്റീവ് ആകണം, അല്ലെങ്കിൽ പറ്റത്തില്ലല്ലോ. അപ്പൊ പഠിക്കുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു പഠിച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് കുളിക്കാന്നാ. പിന്നെ ഞാൻ വെച്ചു കുളിച്ചൊക്കെ ഇട്ടിരുന്നിട്ട് പഠിക്കാന്ന്. അപ്പം കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് പ്രൊഡക്റ്റീവ് ആയിട്ട് പഠിക്കാനിരിക്കാന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ കുളിച്ചിട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ എനിക്ക് പഠിക്കാനുള്ള മൂഡ് പോകും, അത് വേറെ കാര്യം. എന്തായാലും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഒന്നില്ലല്ലോ. എന്നിട്ട് അമ്മ വെളിയിലെടുത്തിട്ടിരുന്ന കസേര അത് മൊത്തം നനഞ്ഞു കുതിർന്നു പോയി. കുതിർന്നല്ല, ചെളി പിടിച്ചു പോയി. അതിന് നമ്മൾ കഴുകിയെടുക്കണം. ആര് കഴുകിയെടുക്കും? ഞാൻ കഴുകിയെടുക്കും. മുഖം നോക്ക്, എന്തുവാ ഇത്? ഇതാണ് നമ്മുടെ ബാഗിന്റെ പുറകിൽ, അല്ല വീടിന്റെ ബാക്കിന്റെ എന്തുവാ, വീടിന്റെ ബാക്കിലെ കുളം, വീടിന്റെ ബാക്കിന്റെ പുറകിലെ കുളം എന്ന് എന്തൊക്കെയാ പറയുന്നേ. നിറയെ വെള്ളം കിടന്ന കുളമാ. ഇപ്പൊ നമുക്ക് വേനലായിട്ടാ. അപ്പുറത്ത് അവർക്ക് മനസ്സിലായില്ല വേനലായിട്ട്. അപ്പുറത്ത് പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കണ്ടോ? പ്രകൃതി രമണീയ കണ്ടോ? അതില്ലേ, എനിക്ക് ലോങ് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാനൊരു മടിച്ചായോണ്ട് രാവിലെ ഉച്ചക്കത്തെ ബാലൻസ് ഞാൻ ഇപ്പോഴാണ് എടുക്കുന്നത്. കുളിയൊക്കെ കഴിഞ്ഞ് വെയിലത്തിരിക്കുമ്പോ നോക്കടോ എന്താ ഗ്ലോ മുഖത്ത്. ഇതൊന്നും ഒറിജിനൽ അല്ല. സൂര്യൻ തരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഏറ്റെടുക്കുന്നതാണ്. അല്ലേടി? എനിക്ക് ക്ലൈന്റ് കേട്ടോ. എനിക്കും ഗ്ലോ ഉണ്ടോ? എന്നെ മുമ്പ് എന്തിനാ മുട്ടയുടെ അരച്ച് പറ്റിച്ചേ? പിന്നല്ലാതെ ഞാനാണ്. നോക്ക്, അമ്മ ഇപ്പുറത്ത് നിക്ക്, അമ്മ ഇപ്പുറത്ത് നിക്ക്. ഞാൻ ചോദിക്കട്ടെ, ഞാനാണോ സുന്ദരി, അമ്മു ആണോ സുന്ദരി എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അത് ചേച്ചിയായിരിക്കും, അല്ല ഞാനായിരിക്കും. ഞാൻ ചേച്ചിയെ സുന്ദരിന്ന് എല്ലാരും കമന്റ് ചെയ്ത്, അപ്പൊ ഞാൻ ചേച്ചിക്ക് ഗിഫ്റ്റ് തരും. ഇപ്പൊ ചേച്ചി ഞാനാ സുന്ദരി എല്ലാരും പറഞ്ഞു, അപ്പൊ ചേച്ചി എനിക്ക് ഗിഫ്റ്റ് തരണം. ഓ ആയിക്കോട്ടെ, എന്തെങ്കിലും. ഓ ആയിക്കോട്ടെ, ആയിക്കോട്ടെ. ചലഞ്ച് ചെയ്ത് ഓക്കെ. എന്താവോ എന്താ, എനിക്കിത് എന്തിന്റെയൊക്കെയാണ്? എന്റെ അമ്മ കണ്ണാടി വെച്ച് ആരും കണ്ടിട്ടില്ലല്ലോ. ഇതാ കണ്ണാടി വെച്ച് എന്റെ മാതാശ്രീ 2 ദിവസം ഇത്രയും നേരം വാടി തളർന്ന് പനി പിടിച്ച് കടന്നിട്ട് ഇപ്പോഴാന്ന് ഉണർന്നത്. അതുകൊണ്ട് ന്വാമിനായിരുന്നു ഇന്നത്തെ ഡ്യൂട്ടി. മൂത്ത പുത്രി ആയോണ്ട് നറുക്ക് വീണത് എനിക്കായിരുന്നു ഇന്ന്. ചിരി കണ്ടോ? എന്നിട്ട് എല്ലാരോടും പറയാം അവളും വന്ന എനിക്ക് ഒരു വെള്ളം പോലും എടുത്ത് തരത്തില്ലെന്ന്. ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല. പറയാ എന്തിനാ അഭിനയ? ആയിക്കോട്ടെ. കണ്ണാടി ഒക്കെ എനിക്ക് നല്ല പ്രായം തോന്നുന്നു. ഉണ്ടടി, ആവശ്യത്തിനുണ്ടത്. എല്ലാരും ചായ ഒക്കെ കുടിച്ചോ? നമ്മൾ ചായ കുടിച്ചോണ്ടിരിക്കല്ലേ? നമ്മൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഇനിയും ലോങ് വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങൾ എല്ലാരും കാണണം. ഇഷ്ടമാണ് ലോങ് വീഡിയോ. പക്ഷെ ഞാൻ മടിച്ചു വേണ്ടി എടുക്കാനും എഡിറ്റ് ചെയ്യാനും മടിയാ. സിമ്പിളല്ലേ? ഞാൻ സത്യം പറഞ്ഞത് കേട്ടോ. സത്യം എന്നല്ല, ഇത്ര നേരം TV കാണുമായിരുന്നു. അവിടുന്ന് അച്ഛന്റെ ജീപ്പിന്റെ സൗണ്ട് കേട്ടപ്പോ നൈസായിട്ട് TV ഓഫ് ചെയ്തു. ഞാൻ ഇവിടെ അപ്പുറത്ത് വന്നിട്ട് പഠിക്കുന്നത് നോക്കിയപ്പോ ജീപ്പിന്റെ സൗണ്ട് അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി. അവര് പോകുന്ന മുമ്പ് വരെ ഞാൻ പഠിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പഠിക്കുന്നത്.
ഞാനില്ലേ രാവിലെ ഇവിടെ ഇരുന്നായിരുന്നു വ്ലോഗ് തുടങ്ങിയ സമയത്ത് ഞാൻ എന്തൊക്കെയോ ചെയ്യാം, എല്ലാം ഉൾപ്പെടുത്താം അങ്ങനെ വിചാരിച്ചാ തുടങ്ങിയത്. പക്ഷെ ഇന്ന് തുടങ്ങി കഴിഞ്ഞപ്പോ ഞാൻ സത്യം പറഞ്ഞാൽ ചിലത് മറന്നുപോയി, ചിലത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ പോയി. ഇപ്പൊ ലാസ്റ്റ് മിനിറ്റ് എനിക്ക് ഇപ്പൊ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാലും ഇന്ന് എടുത്തത് അങ്ങിതാ റോ ആയിട്ടുള്ള ഒരു വീഡിയോ, നമ്മൾ സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നും എഴുതില്ല. ഭയങ്കര സ്ക്രിപ്റ്റഡ് ആയിട്ട് പോകുന്ന വീഡിയോ ഒന്നും അല്ല. ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നല്ല, നമ്മളൊരു നോർമൽ ഫാമിലി പോകുന്ന പോലെയാണ്. അപ്പൊ എനിക്ക് ആ ഒരു റോ വീഡിയോ തന്നെയാണ് വേണ്ടത്. പക്ഷെ ഞാൻ വിചാരിച്ചിത്ര റോ വീഡിയോ എനിക്ക് എടുക്കാനും പറ്റിയില്ല. അപ്പൊ അടുത്ത വീഡിയോ മുതൽ ഞാൻ എന്തായാലും ഓൾട്ടർനേറ്റീവ് ഡേയ്സില് ഇതേപോലെ വീഡിയോസ് ചെയ്താലോ എന്ന് വിചാരിക്കും. കാരണം എനിക്കത് ഇഷ്ടമാണ്. അപ്പൊ ഓരോ ദിവസം കഴിയുമ്പോഴും നമുക്ക് നന്നാക്കി കൊണ്ടുവരാമല്ലോ. അപ്പോ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇതിലൊന്നും ഇല്ലല്ലോ എന്ന് തോന്നുവായിരിക്കാം നിങ്ങൾക്ക്. ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും സെറ്റാക്കി. എനിക്ക് തന്നെ റോ വീഡിയോസ് എടുക്കാനാണ് ഇഷ്ടം. കാരണം നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ അതേപോലെ വീട്ടിലെ എല്ലാ കാര്യങ്ങളല്ല, വീട്ടിലെ ഹാപ്പിനെസ് മാത്രമേ എനിക്ക് ഇടാൻ താല്പര്യമുള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ മുതൽ ഞാൻ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇടാന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെന്താ, ഈ വീഡിയോയിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട് എനിക്കറിയാം, ക്ഷമിക്കണം. പിന്നെന്താ, അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഇതുവരെ കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് താങ്ക്സ് ഫോർ വാച്ചിങ്.